ഹൃദയത്തിരിക്കാം. പ്രൈസ് ഗോഡ്. യൂദ എഴുതിയ ലേഖനം, അതിനൊരു അധ്യായമേ ഉള്ളൂ. അതിൻ്റെ 24, 25 വാക്യങ്ങൾ വായിക്കും. യൂദ 1:24, 25 വാക്യങ്ങൾ വായിക്കും. വീഴാതവണ്ണം നിങ്ങളെ സൂക്ഷിച്ച് തന്റെ മഹിമാസനയിൽ കളങ്കമില്ലാത്തവരായി ആനന്ദത്തോടെ നിർത്തുവാൻ ശക്തിയുള്ളവന് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നമ്മുടെ രക്ഷിതാവായ ഏക ദൈവത്തിന് തന്നെ സർവകാലത്തിനു മുമ്പും ഇപ്പോഴും സദാകാലത്തോടും തേജസ്സും മഹിമയും ബലവും അധികാരവും ഉണ്ടാകുമാറാകട്ടെ. ആമേൻ. നമ്മൾ വായിച്ച വാക്യഭാഗങ്ങൾ അവിടെ പ്രത്യേകമായി എടുത്തു പറയുന്ന ചില കാര്യങ്ങളുണ്ട്. വീഴാതെ വണ്ണം നിങ്ങളെ സൂക്ഷിച്ച് തൻ്റെ മഹിമാസന്നിധിയിൽ കളങ്കമില്ലാത്തവരായി ആനന്ദത്തോടെ നിർത്തുവാൻ ശക്തിയുള്ളവന് എന്ന് പറഞ്ഞ് ഒരാളെ കുറിച്ച് പറയും. അപ്പോൾ ഇവിടെ ഈ വാക്യത്തിൽ പ്രാരംഭമായി പറയുന്നത് ആരെക്കുറിച്ചാണ്? വീഴാതെ വണ്ണം നിങ്ങളെ സൂക്ഷിച്ച് തൻ്റെ മഹിമാസന്നിധിയിൽ കളങ്കമില്ലാത്തവരായി ആനന്ദത്തോടെ നിർത്തുവാൻ ശക്തിയുള്ളവന്. ഇതാരാണ്? ഇതാരാണ് എന്നാണ് നമ്മൾ പരിശോധിക്കുന്നത്. എന്തുകൊണ്ട് നമ്മൾ പരിശോധിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ വിഷയത്തിലൊക്കെ പലരും പലതരം ഉപദേശങ്ങൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളായിരിക്കും. അതുകൊണ്ട് ഈ വാക്യത്തിൽ നമ്മൾ വായിക്കുന്ന ഈ പ്രാരംഭത്തിൽ പറയുന്ന വീഴാതെ വണ്ണം നിങ്ങളെ സൂക്ഷിച്ച് തൻ്റെ മഹിമാസന്നിധിയിൽ കളങ്കമില്ലാത്തവരായി ആനന്ദത്തോടെ നിർത്തുവാൻ ശക്തിയുള്ളവന് എന്ന് പറഞ്ഞ് നിർത്തിയിട്ട് പിന്നെ പറയുന്നത് എന്താണ്? നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തിരം. കർത്താവായ യേശുക്രിസ്തു മുഖാന്തിരം ആർക്ക്? മുകളിൽ പറഞ്ഞ ആളിന്. യേശുക്രിസ്തു മുഖാന്തിരം. എന്നിട്ട് അത് ആരെ കുറിച്ചാണെന്നുള്ളത് എടുത്തു പറയുന്നുണ്ട്. എന്താണ് പറയുന്നത്? നമ്മുടെ രക്ഷിതാവായ ഏകദൈവത്തിനു തന്നെ. അവിടെ നിന്ന് ചിന്തിക്കണം. ഇത് മോളിൽ പറഞ്ഞു കൊണ്ടുവച്ചത് യേശുക്രിസ്തുവിനാണ് എന്ന ആൾക്കാർ തെറ്റിദ്ധരിക്കുകയും ചെയ്തിട്ടുണ്ട്. തെറ്റിദ്ധരിച്ചവരാണ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ വാക്യത്തിൽ നമ്മൾ 24-ാം വാക്യത്തിൽ വായിച്ചത്, വീഴാതെ വണ്ണം നിങ്ങളെ സൂക്ഷിച്ച് തൻ്റെ മഹിമാസന്നിധിയിൽ കളങ്കമില്ലാത്തവരായി ആനന്ദത്തോടെ നിർത്തുവാൻ ശക്തിയുള്ളവന്. ഈ ശക്തിയുള്ളവൻ ആരാണ്? അത് യേശുക്രിസ്തു അല്ല, മറിച്ച് യേശുക്രിസ്തു മുഖാന്തിരം ഈ പറഞ്ഞ ആളിലേക്ക് എത്തുകയാണ്. മുകളിൽ പറഞ്ഞ വീഴാതെ വണ്ണം നിങ്ങളെ സൂക്ഷിച്ച് തൻ്റെ മഹിമാസന്നിധിയിൽ കളങ്കമില്ലാത്തവരായി ആനന്ദത്തോടെ നിർത്തുവാൻ ശക്തിയുള്ളവനിലേക്ക് എത്തിക്കുന്നൊരു പരിപാടി യേശുക്രിസ്തു മുഖാന്തിരം ചെയ്തിരിക്കുന്ന കാര്യമാണ് നമ്മളിവിടെ വായിക്കുന്നത്. അപ്പോൾ അത് യേശുക്രിസ്തുവിൻ്റെ കാര്യമല്ല, മറിച്ച് യേശുക്രിസ്തു മുഖാന്തിരം അതാരുടെ അടുത്തേക്കാണ് എത്തുന്നത് എന്നുള്ളതാണ് നമ്മൾ അടുത്ത വാക്യത്തിൽ വായിക്കുന്നത്. എന്താണ് വായിച്ചത്? നമ്മുടെ രക്ഷിതാവായ ഏക ദൈവത്തിനു തന്നെ. അപ്പോൾ രക്ഷിതാവായ ഏകദൈവം. പലരും ഈ അബദ്ധ ഉപദേശം പഠിപ്പിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. യേശുക്രിസ്തു അല്ലാതെ മറ്റൊരു രക്ഷിതാവില്ല എന്നാണ് ഇവർ പ്രസംഗിച്ചുകൊണ്ട് നടക്കുന്നത്. ശുദ്ധ ബൈബിൾ വിരുദ്ധമാണത്. യേശുക്രിസ്തു അല്ലാതെ മറ്റൊരു രക്ഷിതാവില്ല എന്ന് പറയുന്നത് ബൈബിൾ പഠിപ്പിക്കുന്ന കാര്യമല്ല. ഏക രക്ഷകൻ യേശുക്രിസ്തു എന്ന് ഇവർ പറയും. ഏക രക്ഷകൻ യേശുക്രിസ്തു ആണെന്ന് ബൈബിൾ പഠിപ്പിക്കുന്നില്ല. ബൈബിൾ പഠിപ്പിക്കുന്നത് രക്ഷിതാവായ ദൈവമുണ്ടെന്നും ആ രക്ഷിതാവായ ദൈവത്താൽ നിയോഗിതനായ
യേശുക്രിസ്തു എന്ന രക്ഷകനുണ്ടെന്നുമാണ് ബൈബിൾ പഠിപ്പിക്കുന്നത്. അപ്പോൾ രക്ഷിതാവായ ഏകദൈവവും ആ രക്ഷിതാവായ ഏകദൈവത്താൽ നിയോഗിക്കപ്പെട്ട രക്ഷിതാവായ യേശുക്രിസ്തു, ഇതാണ് ബൈബിൾ പഠിപ്പിക്കുന്നത്. ഏതെങ്കിലും ഒരുത്തൻ നിങ്ങളോട് യേശുക്രിസ്തു അല്ലാതെ മറ്റൊരു രക്ഷിതാവില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ബൈബിളിൽ പറഞ്ഞിട്ടില്ല. യേശുക്രിസ്തു മാത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ബൈബിളിൽ പറഞ്ഞിട്ടില്ല. ഇതൊക്കെ ഇവരുടെ സ്വന്തം വ്യാഖ്യാന ഫാക്ടറിയിൽ അവർ കുക്ക് ചെയ്തുണ്ടാക്കുന്ന കാര്യങ്ങളാണ്. എല്ലാവരും എടുത്തുകൊണ്ട് വരുന്നൊരു വാക്യമുണ്ട്, അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 4-ാം അധ്യായം അതിൻ്റെ 12-ാം വാക്യം അല്ലേ? ഒന്ന് വായിച്ചേ. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 4-ാം അധ്യായം 12-ാം വാക്യം. പത്രോസിന്റെയും മറ്റൊരുത്തനും രക്ഷയില്ല. അവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്, മറ്റൊരുത്തനിലും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല. ആകാശത്തിനു കീഴിൽ മനുഷ്യരുടെ ഇടയിൽ, ഒന്നുകൂടെ വായിച്ചേ. ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല. ഇത് മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല എന്ന് പറഞ്ഞിരിക്കുന്നു. അവിടെ എവിടെയാണ് യേശുക്രിസ്തു അല്ലാതെ മറ്റൊരു രക്ഷിതാവില്ലെന്ന് പറഞ്ഞിരിക്കുന്നത്? അങ്ങനൊന്നും ബൈബിളിൽ പറഞ്ഞിട്ടില്ല യേശുക്രിസ്തു അല്ലാതെ മറ്റൊരു രക്ഷിതാവില്ല. അപ്പോൾ നമ്മൾ വിശുദ്ധ തിരുവെഴുത്തുകളെ സൂക്ഷ്മതയോടെ പരിശോധിക്കുകയും പഠിക്കുകയും ചെയ്യണം. യേശുക്രിസ്തുവിനെ ലോകരക്ഷിതാവായിട്ട് അയച്ച ഒരുവനുണ്ട്. അതില്ലെന്ന് നിഷേധിക്കുന്നവരായ ബൈബിൾ വിരുദ്ധ ഉപദേശകരെ നമ്മൾ ധാരാളം കണ്ടുകൊണ്ടിരിക്കുക. യേശുക്രിസ്തുവിനെ അയച്ച പിതാവെന്ന ഒരുത്തനില്ല, അങ്ങനെ ഒരു പിതാവില്ലെന്ന് പഠിപ്പിക്കുന്നവരെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഗലാത്യ ലേഖനം 4-ാം അധ്യായത്തിന്റെ 4-ാം വാക്യം ഒന്ന് വായിച്ചേ. എന്നാൽ കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തന്റെ പുത്രനെ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി, ന്യായപ്രമാണത്തിന് കീഴ് ജനിച്ചവനായി നിയോഗിച്ചയച്ചത്. അവൻ ന്യായപ്രമാണത്തിന് കീഴുള്ളവരെ വിലയ്ക്ക് വാങ്ങിയിട്ട് നാം പുത്രത്വം പ്രാപിക്കേണ്ടത് തന്നെ. അപ്പോൾ പുത്രനെ നിയോഗിച്ചയച്ച ഒരുവനുണ്ട്, അതാണ് ദൈവം. കാലസമ്പൂർണത വന്നപ്പോൾ, when the fullness of time has come, കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തൻ്റെ പുത്രനെ നിയോഗിച്ചയച്ചു എന്നാണ് നമ്മൾ വായിക്കുന്നത്. നമുക്ക് യോഹന്നാന്റെ 1-ാം ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 14-ാം വാക്യം ഒന്ന് വായിക്കാം. യോഹന്നാന്റെ 1-ാം ലേഖനം 4-ാം അധ്യായം 14-ാം വാക്യം. പിതാവ് പുത്രനെ ലോകരക്ഷിതാവായിട്ട് അയച്ചിരിക്കുന്നുവെന്ന് ഞങ്ങൾ കണ്ട് സാക്ഷ്യം പറയുന്നു. പിതാവ് പുത്രനെ ലോകരക്ഷിതാവായിട്ട് അയച്ചിരിക്കുന്നു എന്ന് ഞങ്ങൾ കണ്ട് സാക്ഷ്യം പറയുന്നു. അപ്പോൾ ലോകരക്ഷിതാവായി പിതാവ് നിയോഗിച്ചയച്ച പുത്രനെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതിന്റെ തൊട്ട് അടുത്ത വാക്യത്തിൽ ആ പുത്രൻ ആരാധന പറഞ്ഞിട്ടുണ്ട്. 15-ാം വാക്യം. യേശു ദൈവത്തിൽ നിന്ന് സ്വീകരിക്കുന്നവനിൽ, യേശു ദൈവത്തിന്റെ പുത്രനാണ് എന്ന് സ്വീകരിക്കുന്നവനിൽ ദൈവവും അവൻ ദൈവത്തിലും വസിക്കുന്നു. നമ്മൾ ഗലാത്യ ലേഖനം 4-ാം അധ്യായത്തിന്റെ 4-ാം വാക്യത്തിൽ വായിച്ചത് കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തന്റെ പുത്രനെ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി, ന്യായപ്രമാണത്തിന് കീഴിൽ ജനിച്ചവനായി നിയോഗിച്ചയച്ചു എന്നാണ്. അപ്പോൾ പുത്രനെ നിയോഗിച്ചയച്ചവനാണ് ദൈവം.
ആ ദൈവം ആരാണ്? യേശുക്രിസ്തുവിൻ്റെയും പിതാവാണ്, യേശുക്രിസ്തുവിൻ്റെയും ദൈവമാണ്. യേശുവിനെ ദൈവത്തിന്റെ പുത്രൻ എന്ന് സ്വീകരിക്കുന്നവനിൽ ദൈവം വസിക്കുന്നു. അവൻ ആര്? യേശുവിനെ ദൈവത്തിന്റെ പുത്രൻ എന്ന് സ്വീകരിക്കുന്നവൻ ദൈവത്തിലും വസിക്കുന്നു. യേശു ഒരിക്കൽ പറഞ്ഞു, എന്നിൽ വസിപ്പീൻ, ഞാൻ നിങ്ങളിലും വസിക്കും. അതുപോലെ യേശു പറഞ്ഞു, പിതാവ് എന്നിലും ഞാൻ പിതാവിലും ആകുന്നു. യേശുവിൽ പിതാവ് വസിക്കുന്നുണ്ട്, യേശു പിതാവിൽ വസിക്കുന്നുണ്ട്. പിതാവ് എന്നിൽ വസിച്ചുകൊണ്ട് തൻ്റെ പ്രവൃത്തി ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. പലരും എടുത്തുകൊണ്ട് വരുന്ന ഒരു വാക്യമായ യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിന്റെ 7-ാം വാക്യമാണെന്ന് തോന്നുന്നു. എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു എന്നൊരു പ്രയോഗം നമ്മൾ അവിടെ വായിക്കുന്നു. എല്ലാവരും ഈ വാക്യം കൊണ്ട് വന്നിട്ട് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് യേശുവിനെ കണ്ടവർ പിതാവിനെ കണ്ടിരിക്കുന്നു എന്നാണ്. യഥാർത്ഥത്തിൽ അങ്ങനെയാണോ? യേശുവിനെ കണ്ടവർ പിതാവിനെ കണ്ടിരിക്കുന്നു എന്നാണോ യേശു പറഞ്ഞത്? അങ്ങനൊന്നും അല്ല യേശു പറഞ്ഞത്. ഇനി യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 7-ാം വാക്യത്തിൽ ഇങ്ങനെ പറഞ്ഞ് ഇങ്ങോട്ട് വന്നിട്ട് 10-ാം വാക്യത്തിൽ വരുമ്പോൾ യേശു ഒരു കാര്യം പറയുന്നുണ്ട്. എന്താ പറയുന്നത് അറിയാമോ? ഒന്ന് വായിച്ചേ. യോഹന്നാൻ 14-ന്റെ 10-ാം വാക്യം. ഞാൻ പിതാവിലും പിതാവ് എന്നിലും ആകുന്നു എന്ന് നീ വിശ്വസിക്കുന്നില്ലയോ? ശ്രദ്ധിക്കണം, ഞാൻ നിങ്ങളോട് പറയുന്ന വചനം സ്വയമായിട്ടല്ല സംസാരിക്കുന്നതെന്ന്. മനസ്സിലായില്ലേ? അവിടെ സംസാരിച്ചു കൊണ്ടിരുന്ന കാര്യങ്ങളെ കുറിച്ച് യേശു പറയുകയാണ്, ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന വചനം സ്വയമായിട്ട് അല്ല സംസാരിക്കുന്നത്. അപ്പൊ യേശു സ്വയം പറഞ്ഞതല്ലെന്ന്. എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞത് യേശു ക്രിസ്തു സ്വയം പറഞ്ഞതല്ല. പിന്നെ ആര് പറഞ്ഞതാ? വാക്യം വായിച്ചു. പിതാവ് എന്നിൽ വസിച്ചുകൊണ്ട് തന്റെ പ്രവൃത്തി ചെയ്യുന്നു. പിതാവ് എന്നിൽ വസിച്ചുകൊണ്ട് പിതാവിന്റെ പ്രവൃത്തി ചെയ്യുന്നതാണ് നീ സംസാരിച്ചത്. മനസ്സിലായോ? എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞത് യേശുക്രിസ്തു സ്വയം പറഞ്ഞതല്ലെന്ന് യേശുക്രിസ്തു പറഞ്ഞു വെച്ചിട്ടും ഈ വ്യാജം പറയുന്നവന്മാര് ആ സത്യം പറയത്തില്ല. വ്യാജ ഉപദേശക്കാർ ഈ സത്യം പറയത്തില്ല. എൻ്റെ അടുത്ത് ഈ വാക്യം കൊണ്ട് വന്ന് അഭ്യാസം കാണിക്കാൻ വരുന്നുണ്ട് ആൾക്കാർ. ഞാൻ പറഞ്ഞു 10-ാം വാക്യം ഒന്ന് വായിച്ച യേശുക്രിസ്തു ആണോ പറഞ്ഞത് അതോ പിതാവാണോ പറഞ്ഞതെന്ന് അവിടെ ഉണ്ടെന്ന് പറയും. എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു എന്ന് മോളി പറഞ്ഞതിനെ കുറിച്ച് തുടർന്ന് വന്നപ്പോൾ യേശു പറയുകയാണ്, ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന വചനം ഞാൻ സ്വയമായിട്ടല്ല സംസാരിക്കുന്നത്, പിന്നെ പിതാവ് എന്നിൽ വസിച്ചുകൊണ്ട് തൻ്റെ പ്രവൃത്തി ചെയ്യുന്നത്, പിതാവിൻ്റെ പ്രവൃത്തി ചെയ്യുന്നത്. അപ്പൊ സംസാരിച്ചതാരാ? പിതാവ് സംസാരിച്ചതെന്നാണ് യേശു പറഞ്ഞത്. ഇനി നമുക്ക് വേറൊരു വാക്യഭാഗത്തേക്ക് പോയ കാര്യത്തിൽ ഒരു ക്ലാരിറ്റി വരും. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 46-ാം വാക്യം ഒന്ന് വായിച്ചേ. ഈ താർക്കികന്മാർക്ക് അവർ തർക്കിക്കുന്ന വിഷയത്തിൽ എത്രമാത്രം ഗ്രാഹ്യമുണ്ടെന്ന് നോക്കാം. യോഹന്നാൻ 6-ന്റെ 46-ാം വാക്യം. പിതാവിനെ ആരെങ്കിലും കണ്ടിട്ടുണ്ട് എന്നല്ല. യേശു പറയുകയാണ്, പിതാവിനെ ആരെങ്കിലും കണ്ടിട്ടുണ്ട് എന്നല്ല, ദൈവത്തിന്റെ അടുക്കൽ നിന്ന് വന്നവൻ മാത്രമേ പിതാവിനെ കണ്ടിട്ടുള്ളൂ എന്ന്. ഇത് യേശു പറയുമ്പോൾ ഉണ്ടല്ലോ, തലേ ദിവസം 5 അപ്പവും 2 മീനും കൊണ്ട് 5000-ഓളം സ്ത്രീകളെ പുരുഷന്മാരെ തീറ്റി അപ്പം തിന്നിട്ട് മീനും തിന്നിട്ട് പോയതാണ് യേശു മൾട്ടിപ്ലൈ ചെയ്ത് കൊടുത്ത ശേഷം. തിന്നിട്ട് പോയവര് പിറ്റേ ദിവസവും അപ്പം കിട്ടുമെന്ന് വിചാരിച്ച് യേശുവിനെ തപ്പി വന്ന് അവരുടെ മുമ്പിലിരുന്നു കൊണ്ട് അനേക ആയിരങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നഗ്നനേത്രങ്ങൾ കൊണ്ട് യേശുവിനെ അനേക ആയിരങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നു.
യേശുവിനെ തൊട്ടും പിടിച്ചും ശിഷ്യന്മാർ സംസാരിക്കുന്നു. ഇങ്ങനെയൊക്കെ ഇരിക്കുന്ന യേശു പറയുകയാണ്, പിതാവിനെ ആരെങ്കിലും കണ്ടിട്ടുണ്ട് എന്നല്ല, ദൈവത്തിന്റെ അടുക്കൽ നിന്ന് വന്നവൻ മാത്രമേ അവനെ കണ്ടിട്ടുള്ളൂ. അപ്പൊ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ജനങ്ങൾ ഈ യേശുവിനെ കണ്ടിട്ട് പിതാവിനെ കണ്ടെന്നാണോ അതിനർത്ഥം? പിതാവിനെ കണ്ടിട്ടില്ലെന്ന്, യേശുവിനെ കണ്ടിട്ട് പിതാവിനെ കണ്ടിട്ടില്ലെന്ന്, യേശുവിനെ കണ്ട പിതാവിനെ കണ്ടിട്ടുണ്ട് എന്നല്ല യേശു പറഞ്ഞത്. ഇത്രയും ജനങ്ങൾ യേശുവിനെ കണ്ടിട്ട് ഇവരാരും പിതാവിനെ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞത് യേശു ക്രിസ്തുവിനെ കണ്ടവർ പിതാവിനെ കണ്ടു എന്നല്ല, മറിച്ച് യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 10-ാം വാക്യത്തിൽ യേശു അത് ക്ലാരിറ്റിയോടുകൂടി പറഞ്ഞു വെക്കുകയാണ്, ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനം സ്വയമായിട്ടല്ല, പിതാവ് എന്നിൽ വസിച്ചുകൊണ്ട് തന്റെ പ്രവൃത്തി ചെയ്യുന്നു. ഞാൻ പലരോടും ചോദിച്ചിട്ട് തർക്കിക്കാൻ വന്നതോട് ചോദിച്ചു, യേശുവിൽ വസിച്ചുകൊണ്ട് പിതാവ് അവിടെ ചെയ്ത പ്രവൃത്തി എന്തുവെന്ന് ചോദിച്ചു. യേശുവിൽ വസിച്ചുകൊണ്ട് പിതാവ് അവിടെ ചെയ്ത പ്രവൃത്തി എന്താണ് സാറേ? ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന വചനം സ്വയമായിട്ടല്ല, പിതാവ് എന്നിൽ വസിച്ചുകൊണ്ട് തൻ്റെ പ്രവൃത്തി ചെയ്യുന്നു. അപ്പൊ പിതാവിന് പ്രവർത്തിക്കുവാനുള്ള ഒരു മാധ്യമമായി അവിടെ യേശുവിനെ ഉപയോഗിച്ചു എന്നാണ് വിശുദ്ധ തിരുവെഴുത്ത് നമുക്ക് വളരെ ക്ലാരിറ്റിയോടെ പഠിപ്പിച്ചു തരുന്നത്. യേശുവിനെ കണ്ടവരെല്ലാം പിതാവിനെ കണ്ടെന്നാണ്. ഈ യേശു ക്രിസ്തുവിൻ്റെ സുവിശേഷ പ്രവർത്തനങ്ങളൊക്കെ കഴിഞ്ഞ് അദ്ദേഹം സ്വർഗാരോഹണം ചെയ്തു കഴിഞ്ഞപ്പോൾ യോഹന്നാൻ അപ്പോസ്തലൻ എഴുതി വച്ചിരിക്കുന്ന സുവിശേഷത്തിന്റെ 1-ാം അധ്യായം 18-ാം വാക്യത്തിൽ വായിക്കുന്നത്, നോ മാൻ ഹാവ് സീൻ ഗോഡ് അറ്റ് എനി പോയിന്റ് ഓഫ് ടൈം. ഒരു മനുഷ്യനും ഒരു സാഹചര്യത്തിലും ദൈവത്തെ കണ്ടിട്ടില്ല എന്നാണ്. നോ മാൻ ഹാവ് സീൻ ഗോഡ് അറ്റ് എനി പോയിന്റ് ഓഫ് ടൈം. ഇവരെല്ലാം യേശുവിനെ കണ്ടതാണ്, എന്നിട്ടും ഇവരാരും ദൈവത്തെ കണ്ടിട്ടില്ല എന്നാണ് പറഞ്ഞത്. ഒരു സാഹചര്യം നോ മാൻ ഹാവ് സീൻ ഗോഡ് അറ്റ് എനി പോയിന്റ് ഓഫ് ടൈം. ഇത് അവിടെ കൊണ്ട് തീർന്നില്ല. നമ്മുടെ യോഹന്നാന്റെ 1-ാം ലേഖനം 1-ാം അധ്യായത്തിന്റെ 12-ാം വാക്യമാണോ ഒന്ന് വായിച്ച്? യോഹന്നാന്റെ 1-ാം ലേഖനം 1-ാം അധ്യായത്തിന്റെ 12-ാം വാക്യമാണോ അതോ 4-ന്റെ 12 കൺഫ്യൂഷൻ ഉണ്ട്, ഒന്ന് വായിച്ച്. യോഹന്നാന്റെ 1-ാം ലേഖനം 4-ന്റെ 12 എനിക്ക് തോന്നുന്നു. യോഹന്നാൻ 1 യോഹന്നാൻ 4-ന്റെ 12 അതെ, വായിച്ച്. ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. ഇത് യോഹന്നാൻ ഈ ലേഖനം എഴുതുമ്പോൾ യേശു ഭൂമിയിൽ സഞ്ചരിച്ച് അനേകർ യേശുവിനെ കണ്ട് യേശുവിനോട് കൂടെ നടന്ന് യേശുവിൽ നിന്ന് കേട്ട് ഒക്കെ പോയ ആൾക്കാരാണ്. അതൊക്കെ കഴിഞ്ഞിട്ട് യേശു ക്രൂശിക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണവും ചെയ്ത ശേഷമാണ് യോഹന്നാൻ ഈ ലേഖനം എഴുതുന്നത്, നോ മാൻ ഹാസ് സീൻ ഗോഡ് അറ്റ് എനി പോയിന്റ് ഓഫ് ടൈം. ദൈവത്തെ ഒരു മനുഷ്യനും ഒരു സാഹചര്യത്തിലും കണ്ടിട്ടില്ല. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 18-ാം വാക്യത്തിൽ തുടർച്ചയായിട്ടൊരു കാര്യം കൂടെ പറയുന്നുണ്ട്, ദ ഓൺലി ബിഗോട്ടൺ ഇൻ ദ ബോസം ഓഫ് ദ ഫാദർ ഹാസ് ഡിക്ലെയർഡ് ഹിം. പിതാവിന്റെ മടിയിലിരിക്കുന്ന ഏകജാതനായ പുത്രൻ അവനെ ഡിക്ലെയർ ചെയ്തിരിക്കുന്നു, പറഞ്ഞറിയിച്ചിരിക്കുന്നു, വിളംബരം ചെയ്തിരിക്കുന്നു. ഈ വെളിപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ള മലയാളം വാക്ക് വെച്ചിട്ട് കബ്സർത്തുകൾ നടത്താൻ വരും. എക്സിജിസാറ്റോ എന്ന ഗ്രീക്ക് പദം ഉപയോഗിച്ചിരിക്കുന്നു, നിങ്ങൾക്ക് സെർച്ച് ചെയ്യാം. The only begotten in the bosom of the Father has declared him. പിതാവിന്റെ മടിയിലിരിക്കുന്ന ഏകജാതനായ പുത്രൻ അവനെ വിളംബരം ചെയ്തിരിക്കുന്നു, പറഞ്ഞറിയിച്ചിരിക്കുന്നു, വെളിപ്പെടുത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിക്ലെയർഡ്, പറഞ്ഞറിയിച്ചിരിക്കുന്നു, കുലാസാക്കിയ എന്നൊക്കെ ഹിന്ദിയിൽ ഞങ്ങൾ പറയും. തുറന്നു കാട്ടി. എങ്ങനെ? പിതാവ് എന്താണെന്ന് ജനങ്ങൾക്ക്
താൻ വിവരിച്ചു കൊടുത്തു എന്നാണ് അതിനർത്ഥം. ഡിക്ലെയർഡ് ഹിം എന്നാണ്. പലരും ദൈവത്തിന്റെ മടിയിലിരിക്കുന്ന ദൈവം തന്നെയായ പുത്രൻ എന്നൊക്കെ പറഞ്ഞുള്ള വ്യാഖ്യാനം കൊണ്ടുവരും. അങ്ങനൊന്നും അവിടെ ഒന്നും എഴുതിയിട്ടില്ല. ദൈവം തന്നെ ആയ എന്നുള്ളതിനൊരു പ്രയോഗം തന്നെ ഗ്രീക്ക് ബൈബിളിലില്ല. മോണോജനസ് ഹുയോസ്, ഏകജാതനായ പുത്രൻ എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. മോണോജനസ് ഹുയോസ്, ഓൺലി ബിഗോട്ടൺ ഇൻ ദ ബോസം ഓഫ് ദ ഫാദർ ഹാസ് ഡിക്ലെയർഡ് ഹിം. അപ്പോൾ വിശുദ്ധ തിരുവെഴുത്തുകളെ സൂക്ഷ്മതയോടെ ശോധന ചെയ്യുന്നവർക്ക് വളരെ ക്ലാരിറ്റിയോടുകൂടി പഠിപ്പിച്ചു തരുന്ന കാര്യമാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ യേശുക്രിസ്തു മാത്രം രക്ഷകൻ, യേശുക്രിസ്തു ഏക രക്ഷകൻ എന്നൊക്കെ പറയുന്നത് ശുദ്ധ ബൈബിൾ വിരുദ്ധമാണ്. യേശുക്രിസ്തുവിനെ ലോകരക്ഷിതാവായി നിയോഗിച്ചയച്ച പിതാവെന്ന് പറയുന്ന ഒരുവനുണ്ട്. അവനാണ് ബൈബിൾ മുന്നോട്ട് വയ്ക്കുന്ന ഒരേ ഒരു സത്യദൈവം. ആ ഒരേ ഒരു സത്യദൈവത്താൽ നിയോഗിക്കപ്പെട്ട രക്ഷിതാവാണ് യേശുക്രിസ്തു. ആ യേശുക്രിസ്തുവിനെ ലോകരക്ഷിതാവായി നിയോഗിച്ചയച്ചവനായ ദൈവത്തെക്കുറിച്ച് നമ്മൾ യൂദ എഴുതിയ ലേഖനത്തിന്റെ 25-ാം വാക്യത്തിൽ വായിക്കുന്നു. രക്ഷിതാവായ ഏകദൈവം, രക്ഷിതാവായ ഏകദൈവം. അപ്പോൾ രക്ഷിതാവായ ഒരേയൊരു ദൈവമേ ഉള്ളൂ. അത് യേശുവിനെ ലോകരക്ഷിതാവായി നിയോഗിച്ചയച്ചവനാണ്. അപ്പോൾ വിശുദ്ധ തിരുവെഴുത്ത് നമ്മളെ പഠിപ്പിക്കുന്നത് രക്ഷിതാവായ ദൈവവുമുണ്ട്, രക്ഷിതാവായ ദൈവത്താൽ നിയോഗിതനായ രക്ഷിതാവുമുണ്ട് എന്നാണ്. രക്ഷിതാവായ ദൈവവുമുണ്ട്, രക്ഷിതാവായ ദൈവത്താൽ നിയോഗിതനായ രക്ഷിതാവുമുണ്ട് എന്നാണ് വിശുദ്ധ വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നത്. യേശുക്രിസ്തുവിന്റെ ജനനത്തിന് മുൻപ്, യേശുക്രിസ്തു മറിയയുടെ ഉദരത്തിൽ ഉൽപാദിതമാകുന്നതിന് മുൻപ്, അല്ലെങ്കിൽ യേശുക്രിസ്തുവിന്റെ ഉത്ഭവം നടക്കുന്നതിന് മുൻപ് നടന്നൊരു സംഭവം കൂടെ നമുക്ക് വായിക്കാം. ലൂക്കോസ് എഴുതിയ സുവിശേഷം 1-ാം അധ്യായത്തിലേക്ക് നമുക്ക് വരാം. ലൂക്കോസ് എഴുതിയ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 46-ാം വാക്യം ഒന്ന് വായിക്കാം. ഇത് എവിടാ സംഭവം? അതിൻ്റെ പശ്ചാത്തലം വാക്യം എടുക്കുമ്പോഴത്തേക്ക് അതിൻ്റെ പശ്ചാത്തലം ഞാൻ പറയാം. ദൂതനുമായിട്ടുള്ള മറിയത്തിൻ്റെ കോൺവെർസേഷൻ നടക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. അത് 34-35 വാക്യങ്ങളിലാണ്. ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 34-35 വാക്യങ്ങളിൽ മറിയ ദൂതനോട്, ഞാൻ പുരുഷനെ അറിയായിക്കാൽ ഇത് എങ്ങനെ സംഭവിക്കും? യേശുക്രിസ്തുവിന്റെ ജനനത്തെക്കുറിച്ച് മറിയത്തോട് വന്ന് ദൂതൻ സംസാരിക്കുന്ന ഭാഗമാണ്. അതിന് മറുപടിയായി ദൂതൻ പറയുന്നത്, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും, ആകയാൽ ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ ദൈവത്തിന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. ഇത് സംഭവമൊക്കെ കഴിഞ്ഞ ശേഷം മറിയം തൻ്റെ ചാർച്ചക്കാരത്തിയായ എലിസബത്തിനെ സന്ദർശിക്കുന്ന ഭാഗമാണ് തുടർന്ന് നമ്മൾ കാണുന്നത്. അങ്ങനെ ആ സന്ദർശനം കഴിഞ്ഞ ശേഷം അവിടെ 46-ാം വാക്യത്തിൽ വായിക്കുന്നത് എന്താണ്? അപ്പോൾ മറിയ പറഞ്ഞത്, എന്റെ ഉള്ളം കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു എന്നാണ്. ഞാൻ ഈ വാക്യം ഇവിടെ ഈ കർത്താവെന്ന് എഴുതിയിരിക്കുന്ന ഒരു വിഷയമുണ്ട്. ഞാനത് എബ്രായ ഭാഷയിലുള്ള ബൈബിളിൽ ഒന്ന് പരിശോധിച്ചപ്പോൾ അവിടെ ടെട്രാഗ്രമേഷനാണ് എഴുതി വെച്ചിരിക്കുന്നത്. ടെട്രാഗ്രമേഷൻ എന്താണ്? യോദ്, ഹേഹ്, വാവ്, ഹേഹ് എന്നീ 4 അക്ഷരങ്ങൾ, യാ, ഹാ, വാ, ഹാ എന്നുച്ചാരണം വരുന്ന എബ്രായ ഭാഷയിലുള്ള 4 അക്ഷരങ്ങളാണ് അവിടെ കാണുന്നത്. ആ 4 അക്ഷരത്തെയാണ് യാഹുവ എന്നും യഹോവ എന്ന് സത്യവേദ പുസ്തകത്തിലും ഒക്കെ എഴുതി വച്ചിരിക്കുന്നത്. ഈ 4 അക്ഷരത്തിന് യാതൊരു കാരണവശാലും അഡ്നി എന്ന് വായിക്കാൻ തക്ക യാതൊരു സാധ്യതയുമില്ല. കർത്താവെന്നൊക്കെ ആൾക്കാർ പലരും ട്രാൻസ്ലേഷൻ ചെയ്തിട്ടുണ്ടായിരിക്കും.
അങ്ങനൊന്നും ട്രാൻസ്ലേഷൻ ചെയ്യാവുന്ന ഒരു കാര്യമല്ലത്. പക്ഷേ ആൾക്കാർ ട്രാൻസ്ലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണെന്ന് അറിയാമോ? ഈ ഇവിടെ ഈ പറഞ്ഞ ഗ്രീക്ക് ഭാഷയിൽ അവിടെ ഈ പറഞ്ഞ കുരിയെ എന്നുള്ള പദം ഉപയോഗിച്ചിട്ടുണ്ട്, കൂറിയോസ് എന്നുള്ള പദം ഉപയോഗിച്ചിരിക്കുന്നുണ്ട്. കൂറിയോസ് എന്ന് പറയുന്നത് നാട്ടുകാർക്കെല്ലാം ഉപയോഗിക്കാവുന്ന പദമാണ് കൂറിയോസ് എന്ന് പറയുന്നത്. അതിനെയാണ് കർത്താവെന്ന് പറയുന്നത്. ദൈവത്തിന് ഉപയോഗിക്കാം. യഹോവയായ ദൈവം എന്ന് പറയുന്നതിന് പകരം ദൈവമായ കർത്താവെന്ന് പറയാൻ കുഴപ്പമില്ല. ദൈവത്തിനും ഉപയോഗിക്കാം. നമ്മൾ സ്കൂളിലെ അധ്യാപകനെ സർ എന്ന് വിളിക്കുന്ന അവിടെയും നമുക്ക് കുരിയെ എന്ന് വിളിക്കാം. കുരിയെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാറേ എന്ന് വിളിക്കുന്ന സംഭവമാണ്. നമ്മൾ അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 10-ാം അധ്യായത്തിന്റെ 3-4 വാക്യങ്ങളിലേക്ക് വരുമ്പോൾ കൊർന്നല്യോസിന്റെ വീട്ടിൽ ദൈവത്തിന്റെ ഒരു ദൂതൻ വന്ന് കൊർന്നല്യോസേ എന്ന് വിളിക്കുമ്പോൾ ദൂതനോട് തിരിച്ച് കൊർന്നല്യോസ് പറയുന്നത് എന്താകുന്നു കർത്താവേ എന്നാണ്. അപ്പോൾ ദൂതനെ കർത്താവേ എന്ന് വിളിക്കാം. ഇനി നമ്മൾ യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റതിന് ശേഷം മഗ്ദലക്കാരത്തി മറിയ കാണുമ്പോൾ യേശുക്രിസ്തുവാണ് അതെന്ന് മനസ്സിലാക്കാതെ അത് തോട്ടക്കാരനാണെന്ന് വിചാരിച്ചുകൊണ്ട് യജമാനെ നീ എൻ്റെ കർത്താവിനെ എവിടെ വെച്ചിരിക്കുന്നു എന്ന് ചോദിക്കുന്ന ഒരു വാക്യമുണ്ട്. അവിടെ ഈ തോട്ടക്കാരനെ യജമാനെ എന്ന് വിളിക്കുന്നതിന് ഉപയോഗിച്ചിരിക്കുന്ന പദം കുരിയെ എന്നാണ്. കർത്താവെ എന്ന് മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്യാനുള്ള ഗ്രീക്ക് പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ പറഞ്ഞ ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 46-ാം വാക്യത്തിൽ വായിക്കുന്നത് എങ്ങനെയാണ്? അപ്പോൾ മറിയ പറഞ്ഞത് എന്റെ ഉള്ളം കർത്താവിനെ മഹിമപ്പെടുത്തുന്നു എന്നാണ്. കർത്താവ് എന്ന് പറഞ്ഞിരിക്കുന്നിടത്ത് ഈ എബ്രായ ഭാഷയിലുള്ള ബൈബിളിൽ ഉപയോഗിച്ചിരിക്കുന്നത് യോദ് ഹേഹ് വാവ് ഹേഹ് എന്ന 4 അക്ഷരമാണ്. യാഹ്വ എന്ന് എഴുതി വച്ചിരിക്കുന്ന സംഭവം, യാഹ്വ എന്ന് എഴുതി വെച്ചിരിക്കുന്ന സംഭവമാണ്. പുതിയ നിയമത്തിൽ യാഹ്വ എന്നൊന്നും എഴുതിയിട്ടില്ലെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വന്നു കഴിഞ്ഞാൽ എബ്രായ ഭാഷയിലുള്ള ബൈബിളിൽ എവിടെയൊക്കെ യഹോവയായ ദൈവത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ അവിടെയൊക്കെ എഴുതി വെച്ചിരിക്കുന്നത് യോദ് ഹേഹ് വാവ് ഹേഹ് എന്ന 4 അക്ഷരമാണ്. ചിലരൊക്കെ മലയാളം പരിഭാഷയ്ക്കകത്ത് കർത്താവെന്നൊന്നും യഹോവയില്ലെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വരും. അതൊക്കെ അബദ്ധമാണ്, വെറും അബദ്ധമാണ്. മനസ്സിലായി? പോട്ടെ. അപ്പോൾ എൻ്റെ അടുത്ത വാക്യം, നമ്മുടെ അടുത്ത ഭാഗത്തേക്ക് വരാം. ലൂക്കോസ് 1:46 2-ാം പാർട്ട്. എന്റെ ആത്മാവ് എന്റെ രക്ഷിതാവായ ദൈവത്തിൽ ഉല്ലസിക്കുന്നു. മതി, അവിടെ ഉള്ളൂ. രക്ഷിതാവായ ദൈവത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഒരു വചനം ചൂണ്ടിക്കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ ആ ഭാഗം എടുത്തത്. അപ്പോൾ ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 47-ാം വാക്യത്തിൽ യേശുവിന്റെ ജനനത്തിനു മുൻപേ യേശുവിന്റെ ജനനത്തെക്കുറിച്ച് ദൂതൻ മറിയത്തോട് സംസാരിച്ചതിന് ശേഷം മറിയം ഇവിടെ രക്ഷിതാവായ ദൈവത്തെക്കുറിച്ച് വളരെ കൃത്യമായി പറഞ്ഞിരിക്കുന്നത് നമുക്ക് വായിക്കുവാൻ തക്കവണ്ണം കഴിയും. അപ്പോൾ രക്ഷിതാവായ ദൈവമുണ്ട്, രക്ഷിതാവായ ദൈവത്താൽ നിയോഗിതനായ യേശുക്രിസ്തു എന്ന രക്ഷിതാവുമുണ്ട്. അപ്പോൾ നിയോഗിച്ചവനും നിയോഗിക്കപ്പെട്ടവനും എന്നിങ്ങനെ നമ്മൾ അതിനെ മനസ്സിലാക്കണം. അപ്പോൾ യേശുവിനെ ലോകരക്ഷിതാവായി നിയോഗിച്ചയച്ചവനായ പിതാവെന്ന ദൈവം ഒരേയൊരു സത്യദൈവമെന്ന് യേശുക്രിസ്തുവിലൂടെ വളരെ കൃത്യമായി പറഞ്ഞു തന്നിരിക്കുന്ന കാര്യമാണ്. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം 3-ാം വാക്യം നമ്മൾ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എനിക്കിത് എപ്പോഴും പറയേണ്ടി വരുന്നത് ഒരു ആവശ്യമായതുകൊണ്ട് മാത്രമാണ് ഞാൻ ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നത്. ഒൺലി ട്രൂ ഗോഡ്, ഒരേയൊരു സത്യദൈവം. മോണോൻ അലിത്തിനോൻ തെയോൺ, അത് യേശുക്രിസ്തുവിനെ അയച്ചവനാണ്. നോ വൺ എൽസ്, ഒരേയൊരു സത്യദൈവമേ ഉള്ളൂ, അത് യേശുക്രിസ്തുവിനെ അയച്ച പിതാവാണ്. യേശുക്രിസ്തുവിനെ അയച്ച പിതാവല്ലാതെ വേറൊരു സത്യദൈവവും ബൈബിളിലില്ല. കുറെ ആൾക്കാരുണ്ട് യേശുക്രിസ്തു മാത്രം ദൈവം എന്ന് പറഞ്ഞ് നടക്കുന്ന എതിർ ക്രിസ്തുവിന്റെ ആൾക്കാർ. യേശുക്രിസ്തു അല്ലാതെ മറ്റൊരു സത്യദൈവം ഇല്ലെന്നൊക്കെ ഉപദേശം പറഞ്ഞു നടക്കുന്ന സാത്താന്യ സമൂഹം ധാരാളം നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുക. ബൈബിൾ വിരുദ്ധ എതിർ ക്രിസ്തുവിന്റെ സമൂഹമാണവർ. അതുകൊണ്ട് പ്രിയരെ, നമ്മൾ സൂക്ഷ്മതയോടെ വിശുദ്ധ തിരുവെഴുത്തുകളെ പരിശോധിക്കുകയും പഠിക്കുകയും ചെയ്യുക. രക്ഷിതാവായ
ദൈവമുണ്ട്. രക്ഷിതാവായ ദൈവത്താൽ നിയോഗിതനായ യേശുക്രിസ്തു എന്ന രക്ഷകനുമുണ്ട്. ആകാശത്തിനു കീഴിൽ ഭൂമിക്ക് മുകളിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട നാമമാണ് യേശുക്രിസ്തു എന്ന് പറയുന്നത്. അതിനർത്ഥം യേശുക്രിസ്തു അല്ലാതെ മറ്റൊരു രക്ഷിതാവ് ഇല്ലെന്നല്ല. യേശുക്രിസ്തുവിനെ ലോകരക്ഷിതാവായി നിയോഗിച്ചയച്ചവനായ ദൈവം പിതാവ് എന്ന ഏകദൈവമുണ്ട്. നമ്മൾ ആ വായിച്ച കുറിവാക്യം കൂടി വായിച്ച് കൺക്ലൂഡ് ചെയ്യാണ്. യൂദ ഒരു അധ്യായമേ ഉള്ളൂ, അതിൻ്റെ 24-25 വാക്യങ്ങൾ. വീഴാതെ വണ്ണം നിങ്ങളെ സൂക്ഷിച്ച് തന്റെ മഹിമാസന്നിധിയിൽ കളങ്കമില്ലാത്തവരായി ആനന്ദത്തോടെ നിർത്തുവാൻ ശക്തിയുള്ളവന് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തിരം രക്ഷിതാവായ ഏകദൈവത്തിന് തന്നെ സർവകാലത്തിനു മുൻപും ഇപ്പോഴും സദാകാലത്തോളവും തേജസ്സും മഹിമയും ബലവും അധികാരവും ഉണ്ടാകുമാറാകട്ടെ. ആമേൻ. രക്ഷിതാവായ ഏകദൈവം യേശുക്രിസ്തു മുഖാന്തിരം വീഴാതെ വണ്ണം നിങ്ങളെ സൂക്ഷിച്ച് തന്റെ മഹിമാസന്നിധിയിൽ കളങ്കമില്ലാത്തവരായി ആനന്ദത്തോടെ നിർത്തുവാൻ ശക്തിയുള്ള രക്ഷിതാവായ ഏകദൈവം. ആ ദൈവത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് യേശുക്രിസ്തു മുഖാന്തിരം ആ ദൈവത്തിന് സർവകാലത്തിനു മുമ്പ് ഇപ്പോഴും സദാകാലത്തോളവും തേജസ്സും മഹിമയും ബലവും അധികാരവും ഉണ്ടാകുമാറാകട്ടെ. ആമേൻ എന്നാണ് യൂദ പറഞ്ഞു വയ്ക്കുന്നത്. അതുകൊണ്ട് യേശുക്രിസ്തു അല്ല ഏക രക്ഷിതാവ്, യേശുക്രിസ്തു അല്ല ഏകദൈവം. ബൈബിൾ പഠിപ്പിക്കുന്ന ഏകദൈവം യേശുക്രിസ്തുവിനെ ലോകരക്ഷിതാവായി നിയോഗിച്ചയച്ചവനായ പിതാവാണ്. വിശുദ്ധ തിരുവെഴുത്തുകളെ സൂക്ഷ്മതയോടെ പഠിക്കുകയും പരിശോധിക്കുകയും ചെയ്തിട്ട് സത്യത്തിന്റെ പരിജ്ഞാനത്തിലേക്ക് വളരുക. ഇത് നമ്മുടെ സംഘടനകളെ ഉണ്ടാക്കുന്നതും ചത്താ കുഴിച്ചിടാനും മക്കളുണ്ടായ കല്യാണം കഴിപ്പിക്കാനുമുള്ള പരിപാടിയല്ല. ഇത് നിത്യജീവന്റെ മാർഗമാണ്. ഇത് നിത്യജീവന്റെ മാർഗമാണ്. ഇത് നമ്മുടെ ഓരോരുത്തരുടെയും നിത്യജീവനെ ബാധിക്കുന്ന വിഷയമാണ്. അതുകൊണ്ട് സുവ്യക്തമായ തെളിവുള്ള ബൈബിൾ വചനങ്ങൾക്ക് വിപരീതമായി മനുഷ്യനിർമ്മിതമായ ഓരോരുത്തന്മാർ അവനവന്റെ വ്യാഖ്യാന ഫാക്ടറിയിൽ ഉണ്ടാക്കുന്ന സെൽഫ് കുക്ക്ഡ് ആയിട്ടുള്ള ഉപദേശങ്ങളെ നമ്മൾ സൂക്ഷ്മതയോടെ പരിശോധിച്ച് ഡസ്റ്റ്ബിന്നിലേക്ക് എറിഞ്ഞു കളയുകയും ക്രിസ്തുവിന്റെ ഉപദേശത്തിൽ നിൽക്കുകയും ചെയ്യണം. യേശു ക്രിസ്തു പറഞ്ഞത് യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിന്റെ 24-25 വാക്യങ്ങളിൽ വായിക്കുന്നത്. ഒരു മിനിറ്റ് 4-ാം അധ്യായമല്ല, യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം 24-25 വാക്യം. ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു. ഈ ആമേൻ ആമേൻ എന്ന് പറയുന്ന പദം നമുക്ക് തൽക്കാലം ഒന്ന് അതിന്റെ യാഥാർത്ഥ്യത്തിലേക്ക് വരാം. ട്രൂലി ട്രൂലി, വെർലി വെർലി എന്നാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രൂലി ട്രൂലി എന്ന് പറഞ്ഞാൽ സത്യം സത്യമായി മാറ്റമില്ലാത്തതായി ഞാൻ നിങ്ങളോട് പറയുന്നു. ആമേൻ ആമേൻ അത്ര ഉറപ്പോടുകൂടി പറയുന്നു. എന്താണ് പറയുന്നത്? എന്റെ വചനം കേട്ട് എന്നെ അയച്ചവനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. അവൻ ന്യായവിധിയിലാകാതെ മരണത്തിൽ നിന്ന് ജീവനിലേക്ക് കടന്നിരിക്കുന്നു. മരണത്തിൽ നിന്ന് ജീവനിലേക്കുള്ള പ്രവേശനം, ന്യായവിധിയിലാകാതെ മരണത്തിൽ നിന്ന് ജീവനിലേക്കുള്ള പ്രവേശനമാണ് വിശുദ്ധ ബൈബിൾ മുന്നോട്ട് വയ്ക്കുന്ന നിത്യജീവൻ അഥവാ രക്ഷ എന്ന് പറയുന്നത്. രക്ഷ എന്ന് പറയുന്നത്. അതുകൊണ്ട് രക്ഷ വേണമെങ്കിൽ യേശുക്രിസ്തു പറഞ്ഞ വചനം കൈക്കൊണ്ട് യേശുക്രിസ്തുവിനെ അയച്ചവരിൽ വിശ്വസിക്കണം. പല ആൾക്കാരുമുണ്ട്. ജീസസ് ഒൺലി വണ്ണസുകാർ എന്ന് പറഞ്ഞ ഒരു ദുരുപദേശ കൂട്ടമുണ്ട്. അവർ പറയുന്നത് എന്താണെന്നറിയാമോ? അങ്ങനെ ഒരാളെ ഇല്ലെന്നാ പറയുന്നത്. യേശുക്രിസ്തുവിനെ അയച്ച പിതാവെന്ന് പറഞ്ഞ ഒരാൾ ഇല്ലെന്നാണ് അവർ പറയുന്നത്.
യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായം 29-30 വാക്യങ്ങളിലുണ്ട്, ഞാൻ സ്വയമായിട്ട് വന്നതല്ല, എന്നെ അയച്ചതാണെന്ന് യേശുക്രിസ്തു പറയുന്നത്. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായത്തിന്റെ 42-ാം വാക്യത്തിൽ യേശു പറയുന്നുണ്ട്, ഞാൻ സ്വയമായിട്ട് വന്നതല്ല, എന്നെ അയച്ചതാണെന്ന്. എന്നെ അയച്ചവൻ സത്യവാനാണെന്ന്, ഞാൻ ദൈവത്തിന്റെ അടുക്കൽ നിന്ന് വന്നതാണെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ യേശുക്രിസ്തുവിനെ അയച്ചവനുണ്ട്, അയക്കപ്പെട്ടവനായ യേശുക്രിസ്തുവുണ്ട്. യേശുക്രിസ്തുവിനെ അയച്ചവനാണ് ഒരേ ഒരു സത്യദൈവമെന്ന് ദൈവത്തിന്റെ പുത്രൻ വളരെ വെടിപ്പായി പറഞ്ഞത് യോഹന്നാൻ 17:3 യേശുക്രിസ്തുവിനെ അയച്ചവനായ പിതാവാണ് ഒരേ ഒരു സത്യദൈവം. 2 ദൈവങ്ങളില്ല, 3 ദൈവങ്ങളില്ല. ദൈവം എന്ന് പറയുന്നത് ഒന്നിലധികം ആളുകളല്ല, ഒരുത്തൻ മാത്രം. ഗലാത്യർ 3:20, റോമർ 3:30, 1 തിമോത്തിയോസ് 2:5. ദൈവം ഒരുവൻ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനും ഒരുവൻ. അതുകൊണ്ട് ബൈബിൾ മുന്നോട്ട് വയ്ക്കുന്നത് ഒരേ ഒരുവൻ മാത്രമായ ദൈവമാണ്. സംഖ്യാപരമായ ഒരേ ഒരുവൻ മാത്രമായ ദൈവത്തെയാണ് ബൈബിൾ മുന്നോട്ട് വയ്ക്കുന്നത്. അത് യേശുക്രിസ്തുവിന്റെയും ദൈവമായ പിതാവാണ്. യേശുക്രിസ്തുവിനെ അയച്ചവനായ പിതാവല്ലാതെ മറ്റൊരു സത്യദൈവവുമില്ല എന്ന് ദൈവത്തിന്റെ പുത്രൻ വന്ന് അറിയിച്ചു തന്നിട്ടും ആ വിവേകം പ്രാപിക്കാത്തവര് യേശുക്രിസ്തുവിനെ കുറിച്ച് സത്യദൈവമാക്കാൻ നടക്കുകയാണ്. നോ വേ ടു എസ്റ്റാബ്ലിഷ് ഇറ്റ്. അത് സ്ഥാപിക്കാൻ യാതൊരു വഴിയുമില്ല. പലരും എൻ്റെ അടുക്കെ അഭ്യാസം കാണിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ബൈബിൾ പറയാത്തത് സ്വന്തം ഭാവനയിൽ നിന്ന് ഉണ്ടാക്കി മനുഷ്യനെ പഠിപ്പിച്ച് മനുഷ്യനെ നിത്യ നരകാഗ്നിയിൽ തള്ളിയിടുവാൻ നടക്കുന്ന എതിർക്രിസ്തുവിന്റെ ആത്മാക്കളാണ് ഇവരെന്ന് നിങ്ങൾ മനസ്സിലാക്കി. ഏതൊരു ഉപദേശി പറഞ്ഞാലും, ഞാൻ പറഞ്ഞാലും, ആര് പറഞ്ഞാലും തിരുവെഴുത്തിലുണ്ടോ എന്ന് പരിശോധിച്ച് അതിൽ നിലനിൽക്കുക. ഇത് നിത്യജീവനെ ബാധിക്കുന്ന വിഷയമാണ്. യേശുക്രിസ്തുവിനെ അയച്ചവനാണ് ഒരേ ഒരു സത്യദൈവമെന്നും ഒരേ ഒരു സത്യദൈവത്താൽ അയക്കപ്പെട്ടവനാണ് യേശുക്രിസ്തു എന്നുള്ള അറിവ് നിത്യജീവനാണ് എന്ന് ദൈവത്തിന്റെ പുത്രൻ വന്ന് പറഞ്ഞു തന്നു. ആമേൻ ആമേൻ. ഞാൻ നിങ്ങളോട് പറയുന്നു, എൻ്റെ വചനം കേട്ട് എന്നെ അയച്ചവനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട് എന്ന് യോഹന്നാൻ 5:24-25 വാക്യങ്ങളിൽ പറഞ്ഞത് വളരെ വെടിപ്പായി ബൈബിളിലുണ്ട്. യേശുക്രിസ്തുവിനെ അയച്ചവനായ പിതാവാണ് ഒരേ ഒരു സത്യദൈവം. ആകയാൽ പ്രിയരെ, ഇത് മക്കളെ കെട്ടിക്കാനും ചത്താ കുഴിച്ചിടാനുമുള്ള മാർഗമല്ല, ഇത് നിത്യജീവന്റെ മാർഗമാണ്. ആയതിനാൽ ഹൃദയങ്ങളെ ഏകാഗ്രമാക്കി ക്രിസ്തുവിന്റെ ഉപദേശത്തിൽ നിൽക്കുവാനും നിത്യജീവൻ അവകാശികളായി തീരുവാനും തക്കവണ്ണം സർവശക്തനായ ദൈവം എൻ്റെ ഈ ശ്രോതാക്കളെ എല്ലാം സഹായിക്കട്ടെ. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, കൃപയിൽ വളരാം. ദൈവകൃപ നമ്മിൽ വ്യാപരിക്കട്ടെ. പ്രാർത്ഥനയോടെ സമർപ്പണത്തോടെ നാമായിരിക്കുമ്പോൾ കേൾക്കപ്പെട്ട വചനം മുമ്പിൽ നമ്മെ തന്നെ സമർപ്പിച്ച് നമ്മളുടെ എല്ലാവരും പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ തോമസ് ഊട്ടിച്ചായൻ ശബ്ദം ഉയർത്തി പ്രാർത്ഥിക്കും. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. മഹാപരിശുദ്ധനും നിത്യനുമായ ഞങ്ങളുടെ വാഴ്ത്ത